ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അങ്ങേക്കുണ്ടോ? രണ്ടാമത്തത് ഈ വയനാട് ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഫോറസ് ഉണ്ടാവും, പ്രത്യേകിച്ച് വളരെയധികം തുക അനുവദിക്കുകയും കേരളം ആവശ്യപ്പെട്ടതിന് 11% പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കോഴിക്കോട് വേണമെന്നതൊരു പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ഇനി അത് പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും വേണ്ടതുണ്ടോ അതും നൽകാൻ സന്നദ്ധമാണ്. ഒരു പ്രയാസവും അതിലുണ്ടാവില്ല. അതാണ് അതിൽ കാണേണ്ടത്. ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ വയനാട്ടിലെ ചർച്ചകളുണ്ട്. അത് ഏതില്ല? കാരണം 2221 കോടി നമ്മൾ ആവശ്യപ്പെട്ടു, 260 കോടി രൂപ ലഭിച്ചു. അതിനുശേഷമുള്ള എന്തായിരിക്കും തുടർ നടപടികൾ? അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ പ്രശ്നം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാൻ കാരണം. അത് പ്രധാനമന്ത്രിയുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് പരിഗണിക്കാം എന്ന് തന്നെയാണ്. അപ്പം അത് നല്ല പ്രതികരണമായിട്ടാണ് തോന്നിയത്. നമ്മളെപ്പോഴും പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. ഇതിന് എന്റെ തീരട്ടെ, മുൻപ് നിരാശയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷയോട് കൂടിയല്ലേ നമ്മൾ വീണ്ടും വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്.